നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. അവരെ കരകയറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ മേൽമകൾ എല്ലാം ഏറ്റുപറയാൻ വേണ്ടി അങ്ങ് കേരളത്തിനപ്പുറത്തേക്ക് പല സംസ്ഥാനങ്ങളിലും തിയേറ്ററുകളുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ വലിയ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിനു പിന്നാലെ നിരവധി വിവാദ പരാമർശങ്ങളും രൂക്ഷ വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വരും, സ്വാഭാവികമാണ്. കാരണം ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരാവശ്യവുമില്ലാത്ത പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ആരാണെങ്കിലും വിമർശിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴാ ഇതേ വിഷയത്തിൽ, അതായത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൺമുന്നിൽ ഒരു തീരാനോവായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന്റെ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തുക KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരെ പരിഹസിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതാണ് KPCC അധ്യക്ഷന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. വികസന നേട്ടങ്ങൾ ഇല്ലാത്ത പിണറായി സർക്കാരിന് പിന്നെ എന്ത് നേട്ടമാണ് എണ്ണി സംസ്ഥാനത്തിന് പുറത്ത് അവതരിപ്പിക്കാനുള്ളത് എന്നതാണ് അദ്ദേഹത്തിന്റെയും ചോദ്യം. അടിസ്ഥാന വികസനത്തിനും മുൻഗണനാ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും സർക്കാരിന്റെ കയ്യിൽ ചില്ലിക്കാശില്ല എന്നാണ് നായികയ്ക്ക് 40 വട്ടം പറയുന്നത്. കൊട്ടി ആഘോഷിച്ച് പ്രഖ്യാപിച്ച പിണറായി സർക്കാരിന്റെ 1070 ദിന കർമ്മ പദ്ധതികൾ ഇതുവരെ പൂർത്തീകരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായി വെറും 4 എണ്ണം മാത്രമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. എന്നിട്ടും പറയുന്നു, കൊട്ടി ആഘോഷിച്ച് പറയാൻ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മാതൃകാ ഭരണം ഒരുപാടുണ്ടെന്ന്. ഈ വർഷം ഡിസംബർ വരെ 3700 കോടി മാത്രമാണ് സംസ്ഥാനത്തിന് ആകെ കടമെടുക്കാൻ കഴിയുന്ന തുക. ഓണക്കാലമായതിനാൽ ബോണസ്, ഉത്സവ ഭത്ത, ഓണം അഡ്വാൻസ് എന്നിവയ്ക്കും വിപണിയിൽ ഇടപെടലിനും മറ്റുമൊക്കെ അധിക തുക കണ്ടെത്തേണ്ടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ അനാവശ്യ പണച്ചെലവ് നടത്തുന്നത് എന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ മേന്മകൾ സംസ്ഥാനങ്ങൾക്ക് പുറത്ത് അറിയിക്കാൻ വേണ്ടി പദ്ധതി ഇടുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. പല സംസ്ഥാനങ്ങളിലെയും സിനിമാ തിയേറ്ററുകൾ തന്റെ ഭരണ നേട്ടം കാണിക്കാനായി ഉപയോഗപ്പെടുത്തും എന്ന രീതിയിലായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ 100 സിനിമാ തിയേറ്ററുകളിൽ പിണറായി ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും സർക്കാരിന്റെ നേട്ടങ്ങളും പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രവും അടക്കം 90 സെക്കൻഡ് വീഡിയോ പ്രദർശിപ്പിക്കുമെന്നുമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. PRDM പാനൽ ചെയ്ത ഏജൻസികൾക്കും സാറ്റലൈറ്റ് ലിങ്ക് മുഖാന്തരം തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ, UFO എന്നീ ഏജൻസികൾ വഴിയായിരിക്കും പിണറായി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുക എന്നതൊക്കെയായിരുന്നു അറിയിച്ചിരുന്നത്. 18,19,843 രൂപ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം, അതായത് പിണറായിക്ക് തള്ളിമറിക്കാൻ വേണ്ടി മാത്രം ഈ മാസം 2-ന് അനുവദിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. തുക ഇനിയും ഇതിന്റെ പേരിൽ വീണ്ടും ഖജനാവിൽ നിന്ന് ഈടാക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പണം പ്രശ്നമല്ല എന്നതാണ് ഇതിലൂടെ പിണറായി സർക്കാർ വ്യക്തമാക്കുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു. പണസഞ്ചിയുമായി KN ബാലഗോപാൽ ധനവകുപ്പിലിരിക്കുമ്പോൾ പണത്തിന് ഒരു ക്ഷാമവും പിണറായി സർക്കാരിന് ഉണ്ടാകില്ല എന്ന് ചുരുക്കം. പക്ഷേ ജനങ്ങൾക്ക് യാതൊന്നും തന്നെ ലഭ്യമല്ല. സംസ്ഥാനത്തിന്റെ സവിശേഷമായ നേട്ടങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത്തരത്തിൽ പരസ്യം തയ്യാറാക്കുക എന്നും അറിയിച്ചു. തുടക്കവും ഒടുക്കവും പരസ്യത്തിൽ പിണറായി സർക്കാരിന്റെയും പിണറായി വിജയന്റെയും മുഖം തന്നെയാകും ഉണ്ടാകുക. EMS, EK നായനാർ, VS അച്യുതാനന്ദൻ എന്നീ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുകയാണ്. അതായത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ആഡംബര പരിപാടികൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേരളത്തിന് വേണ്ടി കണ്ടെത്തേണ്ടുന്ന തുക ഒട്ടനവധിയുണ്ട്. അതൊക്കെ കണ്ടെത്തേണ്ടുന്നതിന് പകരം എങ്ങനെയൊക്കെ പണം മുടിക്കാമോ അതൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്.